ഹായ് ഗൈസ്, ഇപ്പോൾ അമേരിക്ക ഒരു ഇമ്പോർട്ടൻ്റ് ഡീൽ തുർക്കിയുമായി നടത്തിയിരിക്കുകയാണ്. അതായത് അവരുടെ അംറാം എന്ന് പറയുന്ന അത്രമാത്രം അഡ്വാൻസ് മിസൈലാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പാകിസ്ഥാന് ബാക്ക് എൻഡിൽ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടും എന്നാണ് പലരും പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പലരെയും സംശയം, അതായത് അമേരിക്ക ഇന്ത്യയുമായിട്ട് മെല്ലെ മെല്ലെ പിരിഞ്ഞു പോവുകയാണോ ഉള്ള സംശയങ്ങളാണ് എല്ലാവരും ഉയർത്തുന്നത്. അതിനെക്കുറിച്ചാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു നല്ലൊരു ന്യൂസ് ഉണ്ട്. അതായത് പാകിസ്ഥാനിൽ വീണ്ടും ഈ അൺനോൺ ഗൺമാന്റെ കളികൾ കൂടിയിരിക്കുന്നു. ഈ വട്ടം ലഷ്കർ ഇ തയ്യബയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലീഡറിനെയാണ് തൂക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം നമ്മുടെ വാട്സപ്പ് ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് താഴെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ മിസൈൽ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് അഡ്വാൻസ് റേഞ്ച് എയർ ടു എയർ മിസൈലാണ് ഈ അംറാം എന്ന് പറയുന്ന ഈ ഒരു മിസൈൽ. അപ്പോൾ ഈ മിസൈലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് എയർ ടു എയർ മിസൈലാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഒരു യുദ്ധം പോകുകയെന്ന് വെക്കുക. അപ്പോൾ അവരുടെ ഫൈറ്റർ ജെറ്റ്സിന് നമ്മുടെ ഫൈറ്റർ ജെറ്റ്സിനെ തകർക്കാൻ വേണ്ടി എയർ ടു എയർ മിസൈൽ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഗൈഡഡ് മിസൈലാണിത്. അപ്പോൾ ഈ മിസൈലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിലൊന്നും തന്നെ ശത്രുവിന് അതിൽ നിന്ന് എസ്കേപ്പ് ആയി പോകാൻ പറ്റില്ല. അത്രമാത്രം അഡ്വാൻസ്ഡ് വെർഷനാണ്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഓൾറെഡി ഒരു ലൈറ്റ് വേർഷൻ പാകിസ്ഥാന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അത് നമുക്കെതിരെ അവർ ഉപയോഗിച്ചതുമാണ്. 2019 ബാലക്കോട്ട് സ്ട്രൈക്കിൽ, അതായത് ഫൈറ്റർ ജെറ്റ്സ് ലോക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവർ നമുക്കെതിരെ ഈ ഒരു മിസൈൽ ഉപയോഗിച്ചതാണ്. പക്ഷെ അത് ഇത്രമാത്രം അഡ്വാൻസ്ഡ് അല്ല. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അഡ്വാൻസ്ഡ് വെച്ചിട്ട് F-16 വെച്ച് തന്നെ അവർക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തുർക്കിന്റെ അടുത്തും പാകിസ്ഥാന്റെ അടുത്തും F-16 എന്ന് പറയുന്ന ഇതുണ്ട്. ഇപ്പോൾ തുർക്കി അമേരിക്കയുമായി സൈൻ ചെയ്തിരിക്കുന്നത് ഏകദേശം $225 മില്യൺ ഈ അതായത് അംറാം എന്ന് പറയുന്ന ഈ ഒരു മിസൈൽ മൊത്തമായും സൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ അതായത് തുർക്കിയും പാകിസ്ഥാനുമായിട്ടുള്ള ഡീലിംഗ് ആണ്. അപ്പോൾ പലരും പറയുന്നത് അതായത് ഇനിയും ഒരു പ്രശ്നം വരികയാണെങ്കിൽ തുർക്കി ഇങ്ങനത്തെയുള്ള മിസൈലും പാകിസ്ഥാന് ഇതിന്റെ ടെക്നോളജിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യാനും തുർക്കി മടിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. തുർക്കിയുടെ അഡ്വാൻസ് ഡ്രോൺ അടക്കം കൊടുത്തതുമാണ്. അപ്പോൾ തുർക്കി ഇതേപോലെയുള്ള മിസൈലുകളും അതായത് ഇതിന്റെ ടെക്നോളജികളും പാകിസ്ഥാന് കൊടുക്കാൻ പോകുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയൊരു ക്ഷീണമായി തന്നെ മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുകയാണ്. അതായത് നമ്മുടെ എയർ സിസ്റ്റവും അതുപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റവും എല്ലാം തന്നെ കംപ്ലീറ്റ് ഡോമിനൻസ് ആണ് പാകിസ്ഥാനെ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ സ്ലൈറ്റ്ലി അതായത് ഡിഫൻസീവ് പൊസിഷനിലുമാണ്. അതുപോലെ തന്നെ അവർ ഇച്ചിരി പേടിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു മിസൈൽ അവരുടെ അടുത്ത് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് എന്തുകൊണ്ടും ക്ഷീണമാണ്. കാരണം ഇന്ത്യൻ്റെ അടുത്ത് അത്രമാത്രം അഡ്വാൻസ്ഡ് അഡ്വാൻസ് മിസൈൽ ഇപ്പോൾ ഇന്ത്യൻ്റെ അടുത്തില്ല. ഇപ്പോൾ പലരുടെയും സംശയം എന്താ വെച്ചാൽ അതായത് അമേരിക്കൻ മെല്ലെ അതായത് തുർക്കി ഇന്ത്യയുടെ ശത്രു രാജ്യമാണ്. ഇന്ത്യ തുർക്കിനെ ബോയ്ക്കോട്ട് ചെയ്യാൻ അതേ ശ്രമത്തിലാണ് ഈ ഒരു ഡീൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരെ നീക്കമായിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നതാണെന്ന്. പക്ഷെ അത് ഡയറക്റ്റ്ലി പറയുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ അതായത് തുർക്കി ഒരു നാറ്റോ രാജ്യമാണ്. അപ്പോൾ ഈ നാറ്റോ രാജ്യങ്ങൾക്കെല്ലാം പറയപ്പെടാത്തൊരു പോളിസി ഉണ്ട്. അതായത് എവിടെയും ഉണ്ടോ എന്നറിയില്ല, പക്ഷെ കൂടുതൽ വെപ്പൺസും ഇപ്പോൾ അമേരിക്ക എന്തുകൊണ്ടാണ് നാറ്റോനെ പിന്തുണയ്ക്കുന്നത്? കൂടുതൽ ഫണ്ടും നാറ്റോയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഇതേ അമേരിക്ക തന്നെയാണ്. അപ്പോൾ ട്രംപ് വരുമ്പോൾ പറയും നാറ്റോനെ പിരിച്ചുവിടും എന്നുള്ളതൊക്കെ. പക്ഷെ അതൊന്നും ലിറ്ററലി പോസിബിൾ അല്ല എന്നുള്ള ഒരു കാര്യം സത്യാവസ്ഥ തന്നെയാണ്. കാരണം ഈ അമേരിക്ക ഉണ്ടാക്കുന്ന എല്ലാ വെപ്പണുകളും കൂടുതലായിട്ടും വാങ്ങുന്നത് ഈ നാറ്റോ രാജ്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഘടന ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നാറ്റോ സംഘടനയിലുള്ള ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ അവരുടെ എല്ലാം വെപ്പണുകൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു മാർക്കറ്റിൽ ആദ്യം തന്നെ വിറ്റുപോകും. അതുകൊണ്ട് തന്നെ ഇതിൽ അവരുടെ ഡിഫൻസിൽ നല്ല രീതിയിലുള്ള നേട്ടമാണ് എല്ലാ രാജ്യങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാറ്റോ സംഘടന ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ നാറ്റോ സംഘടനയിലുള്ള ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് അതായത് ഇങ്ങനെ ഒരു മിസൈൽ കൊടുക്കുന്നത് തികച്ചും സ്വാഭാവികമായ കാര്യമാണ്. അതുമാത്രമല്ല, അമേരിക്ക മറ്റൊരു കാര്യം കൂടെ ഇതിൽ ഡിഫെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് ഇൻ കേസ് ഇപ്പോൾ അമേരിക്ക തുർക്കിൻ്റെ അടുത്ത് ഈ ഒരു മിസൈൽ കൊടുക്കില്ല എന്ന് വെച്ചു, തുർക്കി എന്തായിരിക്കും അടുത്ത ആക്ഷൻ എടുക്കുക? ഇത് റഷ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ചൈനയുടെ അടുത്തായിരിക്കും കൂടുതൽ പോസിബിലിറ്റി. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അഡ്വാൻസ് മിസൈൽ സിസ്റ്റം ഏതാന്ന് നോക്കിക്കൊണ്ട് അവരത് പർച്ചേസ് ചെയ്യാനായിരിക്കും അവരുടെ സാധ്യത. ഇതുകൊണ്ട് അമേരിക്കയുടെ ഡിഫൻസ് ഡീൽ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടായി പോകും. അതായത് അമേരിക്കയ്ക്കാണ് നഷ്ടം വരാൻ പോകുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് ഇങ്ങനെ പോകുകയാണെങ്കിൽ നാറ്റോ സംഘടനയിലുള്ളിലുള്ള പല രാജ്യങ്ങളും ഇങ്ങനെ തന്നെ തീരുമാനിക്കാൻ ശ്രമിക്കും. അതായത് അമേരിക്കൻ വെപ്പൺസ് വേണ്ട, നമുക്ക് റഷ്യൻ വെപ്പൺസ് കിട്ടുകയാണെങ്കിൽ അതിലോട്ട് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ചൈനീസ് വെപ്പണിലോട്ട് പോകാം. ഇതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ചെക്ക് വെക്കുകയാണെങ്കിൽ ഓൾറെഡി തുർക്കി അതായത് S-400 സിസ്റ്റം അതായത് റഷ്യയുടെ അടുത്ത് വാങ്ങിയതാണ്. അന്ന് അമേരിക്ക വലിയ രീതിയിലുള്ള പ്രഷർ എല്ലാം തന്നെ തുർക്കിക്ക് മേലെ ചുമത്തിയതും. അതായത് അമേരിക്കയുടെ തേർഡ് എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം ഉള്ളപ്പോഴാണ് അവർ പോയി റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ ഇതേപോലെ ഒരു ഗ്രേവ് മിസ്റ്റേക്ക് ഇനിയും സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ്
അമേരിക്ക ഈ വട്ടം ചോദിച്ചതായി കൊടുത്തത്. ഇപ്പോൾ ഇന്ത്യയുടെ കൺസേൺ ഇതിപ്പോൾ ഇത് പാകിസ്ഥാന്റെ അടുത്ത് എത്തുമോ എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാന്റെ അടുത്തും F-16 ഉണ്ട്, തുർക്കിന്റെ അടുത്തും F-16 ഉണ്ട്. ഓൾറെഡി പാകിസ്ഥാൻ നമുക്കെതിരെ ഇതിന്റെ ലൈറ്റ് വെർഷൻ ഉപയോഗിച്ചതുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡീൽ നടന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് 5-6 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ മറ്റു രാജ്യത്തിന് കൊടുക്കരുത് എന്ന് പറയുന്ന ഡീലൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും അറിയാതെ മറ്റു രാജ്യത്തോട്ട് എത്തിക്കാൻ തുർക്കിക്കും പാകിസ്ഥാനും നല്ല രീതിയിൽ തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? നമുക്ക് 3 പ്രധാനപ്പെട്ട പാർട്ട്നേഴ്സ് ഉണ്ട്. ഫ്രാൻസ്, റഷ്യ, അതുപോലെ തന്നെ ഇസ്രായേൽ. ഈ 3 പാർട്ട്നേഴ്സിന്റെ കൂടിയാണ് നമ്മളിപ്പോൾ ഡിഫൻസ് സെക്ടറിൽ കൂടുതലായിട്ടും കൊളാബായി പോകുന്നത്. അപ്പോൾ റഷ്യയുടെ അടുത്തും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അടുത്തും അഡ്വാൻസ്ഡ് മിസൈൽ സിസ്റ്റം എല്ലാം തന്നെ അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടെസ്റ്റിംഗ് എല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷം നമുക്കും ഏറ്റവും സൂപ്പറായിട്ട് ഈ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിനെ കൗണ്ടർ പാത്ത് ചെയ്യാനുള്ള ഏറ്റവും നല്ല മിസൈൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അതിലോട്ട് ഹയർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്.